നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാർജിൻസ് ആണ്. അതായത് ഒരു എലമെൻറ്റിന് മറ്റൊരു എലമെൻറ്റിൻ്റെ ബോർഡറിൽ നിന്നും അതുപോലെ അതിൻ്റെ മെയിൻ ബോർഡറിൽ നിന്നും നമ്മുടെ വെബ് പേജിൻ്റെ ബോർഡറിൽ നിന്നും എത്ര ദൂരത്തിൽ നിൽക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബോർഡർ മാർജിൻ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യമായി H1 സെലക്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഡീഫാൾട്ട് മാർജിൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഞാൻ ജസ്റ്റ് ഇവിടെ മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത ശേഷം ഞാൻ 0 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് 4 ഭാഗത്തു നിന്നും 0 പിക്സലാണ്. സോ ഞാനിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സൈഡിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കൂടിയതായി നിങ്ങൾ കാണാൻ കഴിയും. സോ ഞാനിവിടെ 20 കൊടുത്താൽ ഇപ്പോൾ കുറച്ചുകൂടി കൂടിയതായി കാണാം. സോ ഞാൻ 40 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നമ്മൾ H1 ഇപ്പോൾ മാർജിൻ കൊടുത്തത്. സോ H1 ഇപ്പോൾ 4 ഭാഗത്തു നിന്നും ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻ ആയതുകൊണ്ട് നമുക്ക് റൈറ്റിൽ അത് കാണാൻ കഴിയില്ല. 4 ഭാഗത്തു നിന്നും 40 പിക്സൽ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് മാർജിൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ 40 പിക്സൽ അതുപോലെ 20 പിക്സൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 20 പിക്സലും അതുപോലെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 40 പിക്സലും ഇതുപോലെ ഇത്രയും ഡിസ്റ്റൻസ് അതിന് മാർജിൻ ലഭിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ 80 കൊടുത്താൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സോ മുകളിൽ നിന്നും താഴെ നിന്നും 80യും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 20 പിക്സലിലും ഇതിന് മാർജിൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ 4 വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ 80 പിക്സൽ, 20 പിക്സൽ, 40 പിക്സൽ, 10 പിക്സൽ ഇങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് 80 പിക്സൽ, റൈറ്റിൽ നിന്ന് 20 പിക്സൽ, താഴെ നിന്ന് 40 പിക്സൽ, ലെഫ്റ്റിൽ നിന്ന് 10 പിക്സൽ ഇങ്ങനെയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രത്യേകം ഓരോ സൈഡും നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉദാഹരണമായി ഞാൻ മാർജിൻ ടോപ്പ് 0 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെത്താൻ നമുക്ക് 0 പിക്സൽ ലഭിക്കുന്നു. ഇനി ഞാൻ മാർജിൻ ലെഫ്റ്റ് ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നു. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 20 പിക്സൽ ഡിസ്റ്റൻസിൽ നമുക്കിവിടെ മാർജിൻ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് മാർജിൻ റൈറ്റ് ഞാനൊരു 40 പിക്സൽ കൊടുക്കുന്നു. സോ മാർജിൻ റൈറ്റ് 40 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഡിഫറൻസ് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല, കാരണം നമ്മുടെ ടെക്സ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റിലോട്ടാണ്. സോ ഞാൻ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ കഴിയും. സോ നമുക്കൊരു 40 പിക്സൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. സോ ഞാനിത് 80 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മാറിയതായി കാണാൻ കഴിയും. സോ അങ്ങനെ നമുക്ക് റൈറ്റിലെ മാർജിൻ അതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ലെഫ്റ്റിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. ഇനി മാർജിൻ ബോട്ടം ഞാനൊരു 80 പിക്സൽ കൊടുക്കുന്നു. സോ താഴെ നിന്ന് നമുക്ക് വലിയൊരു ഡിസ്റ്റൻസ് 80 പിക്സൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. സോ ഇപ്പോൾ ടോപ്പിൽ ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നു. 30 കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു. സോ ഇങ്ങനെ നമുക്ക് 4 സൈഡും നമുക്ക് പ്രത്യേകം ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മൊത്തം നമ്മുടെ ഈ ഒരു പേജിലെ മൊത്തം എലമെൻസിനും ഒരു മാർജിൻ കൊടുക്കണമെന്ന് കരുതുക. ഉദാഹരണമായി ഞാൻ 0 പിക്സൽ മാർജിനാണ് കൊടുക്കുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ 0 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ എല്ലാ എലമെൻസിൻ്റെയും മാർജിൻ എന്ന് പറയുന്നത് 0 പിക്സലായി മാറുന്നു. സോ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 10 പിക്സലായി മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് മാർജിൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്, നമ്മുടെ എലമെൻസിന് മാർജിൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്.